ഹായ് ഡിയേഴ്സ്. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഏകദേശം 2 മാസത്തോളമായി ശരിക്കും വീഡിയോ ഇടാതെ. ഇടയ്ക്കൊന്ന് 2 റീൽസ് ഇട്ടു എന്നല്ലാണ്ട് വേറെ ഒന്നും ഇട്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം കുറച്ച് തിരക്കെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മടിയുണ്ടായിരുന്നു. തിരക്ക് എന്തൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ നമ്മൾ വിഷു കഴിഞ്ഞത് മുതലുള്ള വീഡിയോസൊക്കെ അങ്ങ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ വിഷു ഷോപ്പിങ്ങിൻ്റെയാണ്. കുറച്ച് വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടൊരു വീഡിയോ ആയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ആ വിഷുവിൻ്റെ ഒരു ടൈമിൽ കുറച്ച് ബിസി ആയിരുന്നു. കുറച്ച് കല്യാണങ്ങളും പിന്നെ വിഷുവിൻ്റെ ആഘോഷവും അതിനുശേഷം ഡൽഹിയിലേക്കൊരു ട്രിപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ടൊരു പർച്ചേസ് വീഡിയോ ആണിത്. അപ്പോൾ വാവക്കും എനിക്കും കുറച്ച് അത്യാവശ്യം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെൻഡ്സിലേക്ക് വന്നിട്ടുള്ളത് പയ്യന്നൂർ. വിഷുവിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വർക്കുള്ള കാര്യം അങ്ങനത്തെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ട്രാവലാണ്. പിന്നെ അത്യാവശ്യം വീട്ടിൽ നിന്ന് വിഷുവിനും അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് സിമ്പിൾ കുർത്തിയും ടോപ്സൊക്കെ ഞാൻ നോക്കിയത്. വാവി അങ്ങനെ തന്നെ. അപ്പോൾ ഇത് എല്ലാത്തിനും കൂടിയിട്ടൊരു പർച്ചേസ് ആയിരുന്നു ഇത്. കാരണം നമുക്കിപ്പം സ്റ്റിച്ച് ചെയ്യാനോ ആക്കാനോ ഒന്നും നേരമില്ല. പെട്ടെന്നായിരുന്നു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ട്രെൻഡ്സിലേക്ക് വന്നത്. കല്യാണം അടുത്ത, അതായത് നമ്മുടെ അയൽപക്കത്തിൽ 1-2 വീടുകളിലെ കല്യാണങ്ങളൊക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിലേക്ക് ട്രിപ്പ് എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ ആർമിയിലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആർമി റിട്ടയർഡാണ്. അപ്പോൾ ഇവരുടെ യൂണിറ്റ് ഇപ്പോൾ ഉള്ളത് മീററ്റിലാണ്. അവിടെ വെച്ചിട്ടാണ് ഇവരുടെ 75th ആനിവേഴ്സറി, അതായത് ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ, ഇവരുടെ യൂണിറ്റിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിട്ടയർഡായ ആൾക്കാർക്കൊക്കെ ഇൻവിറ്റേഷൻ ഉണ്ട്. നമുക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതാണ് ഡൽഹിയിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പിന്നെ വെക്കേഷനും കൂടിയല്ലേ. അപ്പോൾ ഡൽഹിയിലേക്കാകുമ്പം ഒരുപാട് കാണാനുണ്ടല്ലോ, ഇഷ്ടം പോലെ കാണാനുണ്ട്. അങ്ങനെ നീണ്ടൊരു ട്രിപ്പായിരുന്നു. ഏകദേശം ഒരു 10 ദിവസത്തേക്കുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വിഷു ഉണ്ട്, ഞാൻ പറഞ്ഞു, കല്യാണം ഉണ്ട്. അങ്ങനെ തിരക്കായിരുന്നു ഈ ഏപ്രിൽ മാസം മുഴുവൻ. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം ഞാനും വാവയും കൂടി കുറച്ച് ഫാൻസി ഐറ്റംസ് ഉണ്ട്, എൻ്റെ വാവക്ക് കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങൾ വാങ്ങാൻ പിന്നെയും പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ക്രോഷ്യ ഒക്കെ ചെയ്യലുണ്ട് ഇപ്പം. അപ്പോൾ അതിൻ്റെ കുറച്ച് നീഡിലും ത്രെഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിട്ടേൺ നമുക്ക് ട്രെയിനിലാണ് പോകുമ്പോൾ, ഫ്ലൈറ്റിലാണ് പോകുന്നത്, റിട്ടേൺ ട്രെയിനിലാണ്. അപ്പോൾ ട്രെയിനിൽ ടൈം പാസിന് വേണ്ടിയിട്ട് നമുക്ക് ക്രോഷ്യൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ആ ഒരു പ്ലാനിലാണ് ക്രോഷ്യ വാങ്ങിക്കുന്നത്. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ്, നമ്മൾ അത്യാവശ്യം ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ യാത്രയെക്കാട്ടി തിരക്കാണ് യാത്രേൻ്റെ മുമ്പത്തെ 2-3 ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾ. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ടാവും. പാക്കിങ്, അതുപോലത്തെ വീട്ടിലെ കാര്യം. നമ്മളെ വീട്ടിലാണെങ്കിൽ ഒരുപാട് പെറ്റ്സ് ഉള്ളത്, അവരെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിസിയും മീമും പിന്നെ ഒരുപാട് ലവ് ബേർഡ്സും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ യാത്ര പോകുമ്പോഴുള്ള ആദ്യത്തെ ടെൻഷൻ ഇവരെ തന്നെയാണ്. കാരണം ഇവരെ ആക്കിയിട്ട് പോകുമ്പം വിഷമം തന്നെയല്ലേ. ഭക്ഷണം കൊടുക്കൽ മെയിൻ കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത വീട്ടിൽ ചേച്ചിയുണ്ട്. അവരിങ്ങനെ ജോലിക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു, ഒന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ലിസക്കും മിമുക്കിനും ഫുഡ് കൊടുക്കാനും അതുപോലെ പക്ഷികൾക്കൊക്കെ ഫുഡ് കൊടുക്കാനും പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിഷുവിൻ്റെ സംക്രാന്തിൻ്റെ വീഡിയോ ആണിത്. അപ്പം നമ്മൾ വിഷു ആഘോഷിച്ചത് വിഷുവിൻ്റെ തലേ ദിവസമാണ്. അതായത് വിഷുവിൻ്റെ തലേദിവസം നമ്മൾ സംക്രാന്തി എന്ന് പറയില്ലേ, ആ ദിവസം ആഘോഷിച്ചു. കാരണം പിറ്റേന്ന്, അതായത് വിഷുവിൻ്റെ പിറ്റേന്നാണ് നമുക്ക് യാത്ര പോകേണ്ടത്. അപ്പോൾ വിഷുവിൻ്റെ ദിവസം എന്തായാലും പാക്കിങ്ങും തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ആഘോഷിക്കാനും ഫുഡ് ഉണ്ടാക്കാനും അതുപോലെ ഒരുപാടൊന്നും ഉണ്ടാക്കാനൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തലേന്ന് വിഷു ആഘോഷിച്ചു. നല്ല ബിരിയാണി, നല്ല പാലട പായസമൊക്കെ ആക്കിയിട്ട് വിഷു ആഘോഷിച്ചു. നമുക്ക് പിന്നെ ബിരിയാണി തന്നെയാണല്ലോ, നമ്മൾ വടക്കൻ കേരളത്തിൽ അങ്ങനെ തന്നെയല്ലേ. വിഷു ആയാലും ഓണായാലും നമുക്ക് ചിക്കനൊന്നും ഇല്ലാണ്ടാവില്ല. അങ്ങനെ അങ്ങ് ആഘോഷിച്ചു. എന്നിട്ട് അന്ന് രാത്രി നമ്മൾ കണിയൊരുക്കുന്ന വീഡിയോസാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കണിയൊരുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വാൽക്കണ്ണാടി ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് വാവ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. കുറേ ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലുണ്ടായതാണ് ഇവൾ സ്വന്തമായിട്ട് ചെയ്ത വാൽക്കണ്ണാടി. അപ്പം നമ്മൾ സാധാരണ വാൽക്കണ്ണാടി വെക്കുമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കണിയിൽ ഈ വാൽക്കണ്ണാടി വെക്കാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ഇതാണ് വെച്ചത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണിയൊക്കെ ഒരുക്കി കിടന്നുറങ്ങി. പിറ്റേന്ന് കണി കാണണം. ഇത് വാവ ഉണ്ടാക്കിയ കൊന്നപ്പൂ കിട്ടിയില്ല. കൊന്നപ്പൂവിൻ്റെ ഒരു സൈക്കോ സ്വഭാവം എല്ലാവർക്കും അറിയാലോ. മാർച്ചിലൊക്കെ പൂത്തിട്ട് ഏപ്രിലാകുമ്പോൾ കൊന്നപ്പൂവിൻ്റെ ഒന്നും കിട്ടാനുണ്ടാവില്ല. നമ്മുടെ അടുത്ത വീട്ടിലുണ്ടായിരുന്നു, അവിടെ നിന്ന് കിട്ടാനുണ്ടായില്ല. അതുകൊണ്ട് വാവ എന്ത് വെച്ചാൽ ക്രാഫ്റ്റിട്ട് ചെയ്തു തന്നു. എനിക്ക് ഒരു കളർ പേപ്പർ കൊണ്ട് ചെയ്തു തന്നു. അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ എണീറ്റ് കണി കണ്ടു. എന്നിട്ട് അന്നത്തെ പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരു മീൻകറിയും മീൻ വറുത്തതും കൊണ്ട് അന്നത്തെ വിഷു നമ്മളങ്ങ് ആഘോഷിച്ചു. പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ മസ്റ്റാണല്ലോ നമുക്ക്. ഇതൊക്കെയല്ലേ ഓർമ്മകൾ. കുറേ കഴിഞ്ഞേച്ച് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പം ബാക്കി ഉണ്ടാവും ഈ കുറച്ച് ഓർമ്മകളും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെയാണ്. കുറേ വയസ്സായിട്ടൊക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. അന്ന് നമ്മൾ ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ആഘോഷിച്ചെന്ന് ആലോചിക്കുക രസമല്ലേ. അങ്ങനെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു. അന്ന് അങ്ങനെ വിഷു ആഘോഷം കഴിഞ്ഞിട്ട് പിറ്റേത്തെ വീഡിയോസ് പിന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.